ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ ആണോ അല്ലേ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പെയിൻ. വേദന എന്ന് പറയുന്നത് മൈഗ്രെയിൻ രോഗികളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിട്ടുള്ള വളരെ ക്രൂഷ്യലും ക്രിട്ടിക്കലുമായിട്ടുള്ള പെയിൻ ആണ്. വളരെ ഷാർപ്പായിട്ട് എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ ആണ് സാധാരണ മൈഗ്രെയിൻ രോഗികൾ നമ്മളോട് പരാതി പറയാറുള്ളത്. രണ്ടാമതായിട്ട് ഓൺസെറ്റ്. ഓൺസെറ്റ് എന്ന് പറയുന്നത് വേദന തുടങ്ങി ഏതാനും സെക്കൻഡുകൾ കൊണ്ടോ മിനിറ്റുകൾ കൊണ്ടോ മാക്സിമം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ പെയിൻ അതിന്റെ തീവ്രതയിൽ എത്തുകയും അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് തലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. മൂന്നാമതായിട്ട് യൂണിലാറ്ററൽ. സാധാരണയായിട്ട് മലയാളത്തിൽ ഒറ്റച്ചെന്നിക്കുത്ത് എന്ന് വിളിക്കുന്ന മൈഗ്രെയിൻ ഇടതു ഭാഗത്തോ വലത്തു ഭാഗത്തോ ആയിട്ട് ഒരു ഭാഗത്താണ് മൈഗ്രെയിന്റെ അറ്റാക്കുകൾ വരാറ്. നാലാമതായിട്ട് നോസിയ. തലവേദനയോടൊപ്പം തന്നെ ഓക്കാനം വരികയോ തലവേദന മൂർച്ഛിച്ച് ഏറ്റവും അധികമായിട്ട് വേദനിക്കുന്ന സമയത്ത് കഴിച്ച സാധനങ്ങളെല്ലാം ഛർദ്ദിക്കുന്നതായിട്ടുള്ള അവസ്ഥ മൈഗ്രെയിനിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. അഞ്ചാമതായിട്ട് ഡ്യൂറേഷൻ. 3 മണിക്കൂർ തൊട്ട് 3 ദിവസം വരെ ഉണ്ടാകാവുന്ന വേദനകളാണ് സാധാരണ മൈഗ്രെയിനിൽ ഉണ്ടാകുന്നത്. ഈ 5 കാര്യങ്ങളും കൂടെ ഒരു ചുരുക്കെഴുത്തുന്നുള്ള രീതിയിൽ പൗണ്ട് ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. ഇത്തരം പൗണ്ട് ക്രൈറ്റീരിയയിൽ ഏതൊക്കെ ക്രൈറ്റീരിയകളാണ് നിങ്ങളുടെ തലവേദനയിൽ ഫുൾഫിൽ ചെയ്യുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.